ഹായ് എവരി വൺ, അക്കാഡമിക്സിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഹൻഷാദ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് RRB ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു കുട്ടി എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, അത് എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏത് രീതിയിലാണ് റിവിഷൻ നടത്തേണ്ടത്, ഏതൊക്കെ സോഴ്സുകളാണ് ഉപയോഗിക്കേണ്ടത് എന്നിങ്ങനെ നിങ്ങളുടെ മനസ്സിലുള്ള കുറച്ചധികം സംശയങ്ങൾക്കാണ്, വളരെ ജനറൽ ആയിട്ടുള്ള സംശയങ്ങൾക്കാണ് എന്ത് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആൻസർ ചെയ്യാനായിട്ട് പോകുന്നത്. ഈ വീഡിയോ ആരാണ് കാണേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് തരത്തിലുള്ള ആൾക്കാർക്കാണ് ഈ വീഡിയോ ഏറ്റവും യൂസ്ഫുൾ ആവുക. ഒന്ന്, ബിഗിനേഴ്സിന്, അതായത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ല, RRB ഗ്രൂപ്പ് ഡി എന്ന് പറഞ്ഞൊരു പരീക്ഷ മാത്രമേ നിങ്ങൾ കേട്ടിട്ടുള്ളൂ, അതിന് എന്താ പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത് ഒന്നും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വീഡിയോ എന്തായിരിക്കും വളരെ 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 യൂസ്ഫുൾ ആയിരിക്കും. രണ്ടാമത്തെ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ എന്ന് പറയുന്നത് കുറച്ച് കാലമായി നിങ്ങൾ പ്രിപ്പയർ ഒക്കെ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു ഏകദേശ ധാരണയും കാര്യങ്ങളും എല്ലാം ഉണ്ട്, എന്നാലും എന്തില്ല പൂർണ്ണമായും ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല എന്നിരിക്കലും നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായിരിക്കും ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഞാനിവിടെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ സബ്ജക്റ്റുകളായി എടുത്ത് അതിനകത്ത് ഓരോരോ ടോപ്പിക്കുകളായിട്ട് എടുത്ത് നിങ്ങൾ എന്താണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് വളരെ ബേസിക് ലെവലിൽ എന്നാൽ കൃത്യമായി ടു ദ പോയിന്റ് കീറി മുറിച്ചുകൊണ്ട് പറയാനാണ് എന്ത് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ശ്രമിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓൾറെഡി ഞാൻ ഈ RRB NTPC പരീക്ഷ ക്രാക്ക് ചെയ്തിട്ടുള്ള ആളാണ്. ഏകദേശം എങ്ങനെയാണ് RRB പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നത് എന്നുള്ളതിന് കൃത്യമായ ധാരണയുണ്ട്. മാത്രമല്ല കഴിഞ്ഞ 10 വർഷത്തോളമായിട്ട് ഞാൻ ഈ ടീച്ചിങ് ഫീൽഡിൽ ഉള്ളതാണ്. അപ്പോൾ കുറച്ചധികം കുട്ടികൾ ഇപ്പോൾ റെയിൽവേയിലും ബാക്കി സർവീസസിലൊക്കെ നമുക്ക് കയറ്റാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എല്ലാം വെച്ചിട്ട് നിങ്ങൾ എന്താണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കൃത്യമായ ഒരു ധാരണ നിങ്ങൾക്ക് തരിക എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് ഈ വീഡിയോയുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിലോട്ടാണ് നമ്മൾ കടക്കാനായിട്ട് പോകുന്നത്. അതിനു മുമ്പ് RRB ഗ്രൂപ്പ് ഡി ഓറിയന്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് കോഴ്സ് നമ്മുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും അതുപോലെ തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള കാര്യങ്ങളും അതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മൾ വിളിക്കാനുള്ള ഡീറ്റെയിൽസ് എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഐശ്വര്യമായിട്ട് RRB ഗ്രൂപ്പ് ഡി പരീക്ഷ എന്താണ് എങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. ഈ RRB ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് 100 ചോദ്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാനായിട്ടുള്ളത്. അതിന് അറ്റംപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് 90 മിനിറ്റ് ആണുള്ളത്. ഏതൊരു മത്സര പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കിട്ടുന്ന സമയം എന്ന് പറയുന്നത് എന്താണ്, വളരെ വളരെ കൂടുതലാണ്. കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ബാക്കി SSC പരീക്ഷകളായിട്ടൊക്കെ കമ്പയർ ചെയ്താൽ ഇത്രയും സമയം എന്ത് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. ഇവിടെ അപ്രോക്സിമേറ്റ്ലി അറൗണ്ട് ഒരു മിനിറ്റ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കൊരു ചോദ്യം അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് കിട്ടുന്നുണ്ട്. ഇനി അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്? ജനറൽ സയൻസിന് 25 ചോദ്യങ്ങൾ, 25 ചോദ്യം 25 മാർക്ക്. ജനറൽ സയൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിന് 3 ബ്രാഞ്ചസ് ആണുള്ളത്. ഏതൊക്കെയാണ് അതിന്റെ 3 ബ്രാഞ്ചസ് എന്ന് പറയുന്നത്? ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, ബയോളജി ഉണ്ട് അല്ലെ. അത് 25 മാർക്ക്. പിന്നുള്ളത് മാത്സ് ആണ്, അല്ലെങ്കിൽ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് QA എന്ന് വിളിക്കാറുണ്ട്. അതിനും എത്ര മാർക്ക് ഉണ്ട്? 25 മാർക്ക് ഉണ്ട്. പിന്നുള്ളത് റീസണിംഗ് ആണ്, റീസണിങ്ങിന് 30 മാർക്ക് ഉണ്ട്. പിന്നെ GK ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നതിന് എത്ര മാർക്ക് ഉണ്ട്? 20 മാർക്ക് ഉണ്ട്. ഇങ്ങനെ 100 ചോദ്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. നിങ്ങളിപ്പോൾ RRB NTPC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ആകെപ്പാടെ മാറ്റം വരുന്ന എന്തിലാണ്, ഈ സയൻസിന് എന്തില്ല, ഇത്രയും വെയിറ്റേജ് RRB NTPC പരീക്ഷയ്ക്ക് ഇല്ല. പക്ഷെ നിങ്ങൾ പഠിക്കാനുള്ള കാര്യങ്ങൾ എന്ത് തന്നെയാണ്, ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കുക. ചെറിയ ചില വ്യത്യാസങ്ങളുണ്ട്, ആ വ്യത്യാസങ്ങളും എന്ത് ചെയ്യുന്നതായിരിക്കും ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഈ 100 ചോദ്യങ്ങളാണ് നിങ്ങൾ പരീക്ഷയിൽ എന്ത് ചെയ്യാൻ പോകുന്നത്, ഫേസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി എവിടെ നിന്ന് തുടങ്ങണം അല്ലെ, അതായിരിക്കും എല്ലാവരുടെയും ഒരു സംശയം എന്ന് പറയുന്നത്. ഇത് എവിടെ നിന്നാണ് ഞങ്ങൾ തുടങ്ങുന്നത്, ഇപ്പം എങ്ങനെ ഞങ്ങൾ പഠിക്കുക, അതാണ് നിങ്ങളുടെ സംശയമെങ്കിൽ ഞാൻ എന്താ പറയുക, ആവർത്തിച്ച് പറയുന്നു, ഞാൻ വീണ്ടും നിങ്ങളുടെ മനസ്സിൽ ഇത് ഉറപ്പായിട്ട് നിങ്ങളുടെ മനസ്സിൽ പതിയണം എന്നുള്ള സതുദ്ദേശത്തോടു കൂടി തന്നെ പറയുന്നു. മക്കളെ, നിങ്ങൾ കൃത്യമായിട്ട് സിലബസ് പഠിച്ചേ പറ്റൂ. ഈ സിലബസ് എന്ന് പറയുമ്പോൾ സയൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആണെന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ നമ്മൾ GKയും കറണ്ട് അഫയേഴ്സും എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ബാക്കിയുള്ള കുറച്ച് സബ്ജക്ട്സ് ഉണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി കഴിഞ്ഞാൽ സയൻസിൽ കഴിഞ്ഞാൽ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, ഇന്ത്യൻ പൊളിറ്റി, കറണ്ട് അഫയേഴ്സ്, സ്റ്റാറ്റിക് GK പോലുള്ള ടോപ്പിക്കുകളുണ്ട്. അത് ഓരോന്നും എടുത്ത് എന്ത് ചെയ്യണം, നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. ഇപ്പം ഞാനിങ്ങനെ പറഞ്ഞു പോയി എന്നുള്ളതേ ഓരോ സബ്ജക്റ്റ് ആയിട്ട് എടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ എന്താ പഠിക്കേണ്ടത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ആദ്യം പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ടുന്ന രീതി എന്ന് പറയുന്നത് സിലബസ് പഠിക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങളിൽ പലരും വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാത്രം നോക്കി പോയാൽ കിട്ടും, കുറച്ച് അവിടെ ഇവിടെയൊക്കെ വായിച്ചു പോയാൽ കിട്ടുന്നതാണ്. കിട്ടില്ല. നിങ്ങളത് ആദ്യം മനസ്സിലാക്കുക. കൃത്യമായിട്ട് സിലബസ് പഠിക്കാതെ ഓരോരോ ടോപ്പിക് എടുത്ത് ഓരോരോ സബ്ജക്റ്റ് എടുത്ത് അതിൽ ഓരോരോ ടോപ്പിക് എടുത്ത് കൃത്യമായിട്ട് പഠിക്കാതെ ഇന്നത്തെ കാലത്ത് എക്സാം ക്രാക്ക് ചെയ്യാമെന്ന് നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് വെറും വ്യാമോഹം മാത്രമാണ് എന്നുള്ളത് ദയവ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കുക. എളുപ്പ വഴിയോ ഷോർട്ട് കട്ടുകളോ ഇതിലോട്ടില്ല. കഷ്ടപ്പെട്ട് പണിയെടുത്താൽ എന്ത് ചെയ്യുള്ളൂ, ഇപ്പം നടക്കുള്ളൂ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ എത്തിയിട്ടുണ്ട്. അത്രയും ഹൈ ആണ് കോമ്പറ്റീഷൻ, അത്രയും ആളുകൾ ഇതിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ അവരെടുത്ത് നമ്മുടെ കയ്യിലുള്ള ചെറിയ ഉടായ്പകളും കൊണ്ട് പോയാൽ നടക്കില്ല. അത് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടുന്ന കാര്യം സിലബസ്
പഠിക്കുക എന്നുള്ളതാണ്. ഈ സിലബസ് എങ്ങനെ പഠിക്കും അതാണല്ലോ നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാവുക. സിലബസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം, എങ്ങനെ പഠിക്കണം എന്നുള്ളതാണല്ലോ നമ്മുടെ ചോദ്യം. എന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറയുന്നു, ഞാൻ വീണ്ടും പറയുന്നു, അത് ഞാനോടൊരു പോസ്റ്റ് ഇട്ടേക്കാണ്, ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. എങ്ങനെ പഠിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല രീതിയിൽ പഠിക്കാം. നിങ്ങൾ ഒരു പക്ഷേ ഒരു ഓഫ്ലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്ന ആളായിരിക്കാം, അവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പഠിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഓൺലൈൻ കോഴ്സ് എടുത്തിട്ടുണ്ടാവും, നമ്മുടെ കോഴ്സ് ആണെങ്കിലും അങ്ങനെ ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും, അതെടുത്ത് എന്ത് ചെയ്യാൻ നിങ്ങൾ പഠിക്കാം. പക്ഷേ ഐ റിപ്പീറ്റ്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, നിങ്ങൾ എവിടെ ഓഫ്ലൈൻ ആണ് പോകുന്നെങ്കിലും ഓൺലൈൻ ആണ് പോകുന്നെങ്കിലും ആ സ്ഥാപനത്തിൽ പൂർണ്ണമായും സിലബസ് കവർ ചെയ്തിട്ടുണ്ടെന്നും അവിടെ നിന്ന് എല്ലാ ടോപ്പിക്കിൻ്റെയും ക്ലാസ് കിട്ടിയിട്ടുണ്ടെന്നും ഇനിയിപ്പോൾ കിട്ടിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും തന്നെ നിങ്ങൾ അതിലെ എല്ലാ ടോപ്പിക്കുകളും പഠിച്ചിട്ടുണ്ടെന്ന് എന്ത് ചെയ്യണം, നിങ്ങൾ ഉറപ്പുവരുത്തണം. ഇതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടുന്ന പരിപാടി എന്ന് പറയുന്നത്. അങ്ങനെ ഓരോരോ സബ്ജക്റ്റിലെയും ഓരോരോ ടോപ്പിക്കുകളായിട്ട് നിങ്ങൾ പഠിക്കുമ്പോഴും നിങ്ങൾ ഒപ്പം ചെയ്തു പോകേണ്ടുന്ന ഒരു പരിപാടിയുണ്ട്. അതിനെയാണ് നമ്മൾ നോട്ട് മേക്കിംഗ് എന്ന് പറയുന്നത്. പലർക്കും ഭയങ്കര മടിയാണ് ഇപ്പോൾ നോട്ടൊക്കെ ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കഷ്ടപ്പാടാന്ന് അറിയാം. എല്ലാവർക്കും ഭയങ്കര മടിയാണ്. ഞാൻ വീണ്ടും പറയുന്നു, പണി എടുക്കാത്തത് നടക്കൂല. നിങ്ങൾ സ്വന്തമായിട്ട് നോട്ട് എഴുതാതെ ഒന്നും നടക്കില്ല. നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഓരോ സബ്ജക്റ്റിലെ ഓരോ ടോപ്പിക്കും പഠിക്കുമ്പോൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, സ്വന്തമായിട്ട് നോട്ടുകൾ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. ഓരോ സബ്ജക്റ്റിന് ജിക്ക് ഒരു 2-3 സബ്ജക്റ്റിന് ഒരു നോട്ട് വെക്കുക, എന്നിട്ട് അതിൽ എന്ത് ചെയ്യുക, എഴുതിക്കൊണ്ടേ ഇരിക്കുക. പക്ഷെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഹിസ്റ്ററിയിലെ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പഠിച്ചു എന്ന് വിചാരിക്കുക. ആ ഇൻഡസ് വാലി സിവിലൈസേഷൻ പഠിച്ചു, നിങ്ങൾ ഓഫ്ലൈനോ ഓൺലൈനോ എവിടെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ടോപ്പിക്ക് പഠിച്ചു. അത് പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് മക്കളെ, അതിന് നിങ്ങൾ നോട്ട് എഴുതി കഴിഞ്ഞ ഉടനെ അടിയിൽ ഒരു വര ഇട്ടിട്ട് അടുത്ത ടോപ്പിക്ക് ഉടനെ എഴുതരുത്. നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം, ഇൻഡസ് വാലി സിവിലൈസേഷൻ ഒരു പേജിൽ ഉണ്ട് എന്ന് വിചാരിക്കുക. ഈ പേജിൽ ഇത്രയും നിങ്ങളായിട്ടുള്ളൂ. ഉടനെ അടുത്ത ടോപ്പിക്ക് ഇവിടെ എന്ത് ചെയ്യരുത്, അടുത്ത ടോപ്പിക്കായിട്ട് എഴുതാൻ നിൽക്കരുത്. ആ സ്ഥലം അവിടെ വിടുക. പറ്റുമെങ്കിൽ അടുത്ത പേജിലും കുറച്ച് സ്ഥലം വിടുക. അത് എന്തിനാ വിടുന്നതെന്നറിയോ, അതിപ്പോൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടുന്ന കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക എന്നുള്ളത്. അതായത് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക്, സിന്ധു നദിയുടെ സംസ്കാരം എന്ന് പറയുന്ന ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ പോയിട്ട് ആ ടോപ്പിക്കിൽ നിന്ന് മുൻ വർഷങ്ങളിൽ എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് എന്ന് നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ നോക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾ പഠിച്ചതൊക്കെ തന്നെയാണോ ചോദിച്ചേക്കുന്നത്, അല്ല ഇനിയിപ്പോൾ നമ്മളിത് വല്ല മാറ്റങ്ങളും വരുത്തണോ എന്നൊക്കെ എന്ത് ചെയ്യാനായിട്ട് മനസ്സിലാവുക, നിങ്ങൾക്ക് മനസ്സിലാവുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു സ്ഥാപനത്തെയും വിശ്വസിക്കരുത്, എന്നെയും വിശ്വസിക്കരുത്, നമ്മുടെ സ്ഥാപനത്തെയും വിശ്വസിക്കരുത്, നിങ്ങൾ പോകുന്ന ഒരു ഓഫ്ലൈൻ സ്ഥാപനത്തെയും വിശ്വസിക്കരുത്, ഒന്നിനെയും വിശ്വസിക്കരുത്. എങ്ങനെയാണത് വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളത് നോക്കേണ്ടതെന്നറിയോ, ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, PYQ വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ അവിടെ പഠിപ്പിച്ച ചോദ്യങ്ങളൊക്കെ തന്നെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ഈ ചോദ്യ പേപ്പറിൽ കാണുന്നുണ്ടെങ്കിൽ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, ആ സോഴ്സ് നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാവുന്നതാണ്. ആ സോഴ്സ് നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ ഞാൻ പറയുന്ന റീസൺ എന്താ, പഠിപ്പിച്ചതൊക്കെ തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സോഴ്സ് നമുക്ക് ട്രസ്റ്റബിൾ ആണ്. അല്ലെങ്കിൽ പല സ്ഥലത്തും നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് പഠിപ്പിക്കും, പക്ഷെ അതൊന്നും നമുക്ക് എന്തിനും ആവശ്യം ഉണ്ടാവില്ല, എക്സാം പെർസ്പെക്റ്റീവിലായിരിക്കില്ല, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ആവശ്യം ഉണ്ടാവില്ല. അപ്പം അങ്ങനെ പഠിക്കുന്നതിൽ എന്തെങ്കിലും കാര്യമില്ല. ചില സ്ഥലത്ത് വളരെ കുറവേ പഠിപ്പിക്കുള്ളൂ. ഇത് എന്താ പറയുക, ഞാൻ ജനറലൈസ് ചെയ്ത് പറയില്ല കേട്ടോ. വളരെ നന്നായി ക്ലാസ് എടുക്കുന്ന സ്ഥാപനങ്ങൾ നമ്മുടെ കേരളത്തിൽ, ഇന്ത്യയിൽ തന്നെ ഒരുപാടുണ്ട്. ഞാൻ അങ്ങനെ പറയില്ല. പക്ഷേ നിങ്ങൾക്ക് സ്വയം ആ ഒരു നിങ്ങൾ പഠിക്കുന്ന ഒരു സ്ഥലത്തെ നിങ്ങൾ നോക്കുന്ന ഒരു സോഴ്സിന്റെ ട്രസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നിങ്ങൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരേണ്ടതുണ്ട്. കാരണം അത് നമുക്ക് തരുന്ന കോൺഫിഡൻസ് ഒട്ടും ചെയ്തായിരിക്കില്ല. ഞാൻ പഠിക്കുന്നത് ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ്, എനിക്ക് ഇന്ന സ്ഥലത്തിന് ഈ ഒരു സോഴ്സിന് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഭീകരമാണ്. ഇല്ലെങ്കിൽ നമുക്ക് എത്ര പഠിച്ചാലും എന്ത് കിട്ടില്ല, ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഞാനത് അങ്ങനെ തന്നെ പറയുന്നത്. അതിൽ തെറ്റായി എന്ത് ചെയ്യുമെന്ന് വിചാരിക്കാതിരിക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ തിരിച്ച് കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഓരോ ടോപ്പിക്കിലെയും നോക്കി നമ്മൾ പഠിച്ചൊക്കെ തന്നെയാണുള്ളത്. പക്ഷേ എന്നിരിക്കലും ലോകത്തുള്ള ഒരു സ്ഥാപനത്തിനും ഒരു കോഴ്സിനും ഒരു ഓൺലൈൻ ക്ലാസ്സിനും എന്ത് ചെയ്യാൻ പറ്റില്ല, മുഴുവൻ നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾ ഈ PYQ നോക്കുമ്പോഴായിരിക്കും നിങ്ങളുടെ ക്ലാസ്സിൽ കണ്ടിട്ടില്ലാത്ത, നിങ്ങളുടെ നോട്ടിലില്ലാത്ത ഒരു 2-3 പോയിന്റ് എന്ത് ചെയ്യുന്നത്, എക്സ്ട്രാ കിട്ടുന്നത്. ഈ ഇൻഡസ് വാലി സിവിലൈസേഷനെ പറ്റി പഠിച്ചു കഴിഞ്ഞ് PYQ നോക്കുമ്പോൾ ക്ലാസ്സിലില്ലാത്ത 2-3 പോയിന്റ് കിട്ടി, ഉടനെ ആ എക്സ്ട്രാ സ്പേസിലേക്ക് എന്ത് ചെയ്യണം, അത് കയറ്റണം. ആ എക്സ്ട്രാ സ്പേസിലേക്ക് അത് കയറ്റിയിട്ട് അപ്പോൾ തന്നെ അവിടെ ഫില്ലാക്കല്ല, എക്സ്ട്രാ സ്പേസിലേക്ക് അത് കയറ്റിയിട്ട് എന്ത് ചെയ്യണം, ആഡ് ചെയ്ത് കൊടുക്കണം. ആ 2 പോയിന്റ് എന്തിലായിരുന്നു, ക്ലാസ്സിലില്ലായിരുന്നു, നമ്മൾ നോട്ട് എഴുതിയിട്ടില്ല. 2 പോയിന്റ് നിങ്ങൾ എഴുതി, ഇപ്പം നിങ്ങളുടെ ബുദ്ധിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ തലച്ചോറിൽ അത് ഫീഡായി. ഇനി അത് ചോദ്യം വന്നാൽ നമുക്ക് കിട്ടും. അങ്ങനെ നിങ്ങൾ പിന്നീട് ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞ് PYQ ചെയ്യുമ്പോഴോ, ഇല്ലെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് സ്റ്റഡി, കമ്പൈൻ സ്റ്റഡി ചെയ്യുമ്പോഴോ, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാർഗത്തിൽ ഒരു ടെലിഗ്രാം ചാനലിലെ പോളായിട്ടോ, ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ടോ എക്സ്ട്രാ പോയിന്റ് കിട്ടുമ്പോൾ, നമുക്കറിയാത്തൊരു പോയിന്റ് ആണെങ്കിൽ അപ്പം അവിടെ നിന്ന് ചുരണ്ടി എടുത്ത് എവിടെ കയറ്റണം, നമ്മുടെ ഈ നോട്ടിലോട്ട് കയറ്റണം. അല്ലേ? ഈ നോട്ട് എന്ന് പറയുന്ന സാധനം ഇപ്പോഴും പലരും വേണ്ട, എന്നെ കൊണ്ടൊന്നും നോട്ടൊന്നും ഉണ്ടാക്കാൻ വയ്യാന്ന് പറഞ്ഞിരിക്കുന്നുണ്ടാവും. എക്സാമിൻ്റെ തലേന്ന് അല്ലെങ്കിൽ അവസാനത്തെ ഒരു 2-3 ദിവസം നിങ്ങളുടെ കൂടെ ഒരു PDF ഉണ്ടാവില്ല, ഒരു ഗൈഡും ഉണ്ടാവില്ല. ഇതൊന്നും നിങ്ങൾ വിചാരിച്ച രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾ എഴുതുന്ന നോട്ടേ നിങ്ങളുടെ കൂടെ ഉണ്ടാവുള്ളൂ. നിങ്ങൾ എഴുതുന്ന നോട്ടിൽ ഓരോ വരികൾ നിങ്ങൾക്ക് എക്സാം ഹാളിൽ നിന്ന് ചോദ്യമായിട്ട് കാണുമ്പോൾ ഓർമ്മ വരും. പക്ഷേ ഈ പറയുന്ന PDF നിന്നോ സ്റ്റഡി മെറ്റീരിയൽ ഒന്നും എന്ത് ചെയ്യില്ല, അത് സംഭവിക്കില്ല എന്നുള്ളത് മറക്കാതിരിക്കുക. എപ്പോഴും എന്ത് ചെയ്യുക, മടി മാറ്റി വെച്ച് എത്ര സമയമില്ല എന്ന് പറഞ്ഞാലും കൃത്യമായിട്ട് നോട്ട് എഴുതുക. അങ്ങനെ ഈ നോട്ട് എഴുതുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ഒരു സ്ട്രാറ്റജി
എനർജി പിടിക്കുക. ഓരോ ടോപ്പിക് കഴിയുമ്പോഴും എന്ത് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്ത് രാഗി പുതിയ പോയിന്റ്സ് എന്ത് ചെയ്യുക, ആഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഇതും കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് മോക്ക് ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. ഈ മോക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതിൽ 1-2 കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇപ്പം ഞാൻ ഈ പറഞ്ഞു PYക്ക് ഡിസ്കസ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞു അല്ലേ. നമ്മുടെ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഞാൻ ആ പഠിപ്പിക്കാനും പഠിക്കാനും എടുത്ത രീതി വെച്ച് പറയുന്നതാണ്. അതിൽ കോഴ്സ് പ്രൊമോഷനായിട്ട് ദയവേത് വിചാരിക്കരുത്. ഓരോ ക്ലാസ്സും കഴിയുമ്പോൾ ആ ക്ലാസ്സിനെ ബേസ് ചെയ്ത് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ ഒരു പരീക്ഷ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ പറഞ്ഞ പരിപാടിക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് എന്താ ചോദിച്ചേക്കുന്നതെന്ന് മനസ്സിലാവുക. നമ്മൾ കുറേ പഠിച്ചിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ പഠിച്ചതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവണം, ചോദിച്ചിട്ടുണ്ടാവണം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ട് പരീക്ഷ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇതൊരു ബുക്കാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ ആ ബുക്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ആ ചോദ്യങ്ങളൊന്ന് നോക്കേണ്ടതുണ്ട്. അതാണ് ഇപ്പോൾ നമ്മൾ PYക്ക് നോക്കുക എന്നുള്ളതാണ് എന്ത് ചെയ്ത് ഉദ്ദേശിച്ചത്. മോക്ക് ടെസ്റ്റിലോട്ട് വരിക എന്ന് പറയുമ്പോഴും ഈ പറയുന്ന പോലെ സബ്ജക്ട് വൈസ് മോക്ക് എന്താണ് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. വേറെ ഒരുപാട് പ്ലാറ്റ്ഫോംസിൽ എന്താണ് സബ്ജക്ട് വൈസ് അല്ലെങ്കിൽ ടോപ്പിക് വൈസ് മോക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ഹിസ്റ്ററിന്ന് എടുത്തു കഴിഞ്ഞാൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ, സ്റ്റോൺ ഏജ്, വേദിക് ഏജ് എന്നിങ്ങനെ ഓരോരോ ടോപ്പിക്കായിട്ട് എന്ത് കിട്ടും, നിങ്ങൾക്ക് PYQന്റെ മോക്ക് ടെസ്റ്റുകൾ കിട്ടും. അതാണ് നിങ്ങൾ ആദ്യം അറ്റൻഡ് ചെയ്തത്. അല്ലാതെ പലർക്കും പറ്റുന്നൊരു അബദ്ധമാണ് ചാടി കയറി പോയിട്ട് ഒരു ഫുൾ മോക്ക് അങ്ങോട്ട് എടുക്കും. ഇപ്പോൾ RRB ഗ്രൂപ്പ് ഡിയുടെ ഫുൾ മോക്ക് ഒരു 100 മാർക്കിനെ മോക്ക് എടുക്കും. ആകെ 4 ടോപ്പിക്ക് തികച്ച് പഠിച്ചിട്ടുണ്ടാവില്ല. എന്നാലും പോയി ഫുൾ മോക്ക് എടുക്കണം, എന്നാലേ അവിടെ പരിപാടി നടക്കുള്ളൂ. പോയി ഫുൾ മോക്ക് എടുക്കും, അതിൽ മാർക്കൊന്നും കാര്യമായിട്ട് കിട്ടൂല, ആകെ ഡെസ്പാവും. എനിക്ക് സ്ഥിരം കിട്ടുന്ന മെസ്സേജിൽ ഒന്നാണ്, സാർ ഞാൻ മോക്ക് എടുത്തു, എനിക്ക് ഇത്ര മാർക്ക് എടുത്തുകൊണ്ട് വല്ലതും നടക്കുമോ. ഞാൻ തിരിച്ചു ചോദിക്കാറുള്ളത്, നിങ്ങൾ അതിന് എത്രമാത്രം പഠിച്ചിട്ടുണ്ട്? സിലബസിന്റെ കാൽഭാഗം പോലും ആയിട്ടില്ല, പിന്നെ സിലബസിന്റെ കാൽഭാഗം പോലും പഠിക്കാതെ നമ്മൾ ഈ ഫുൾ മോക്ക് എടുത്ത് ഡെസ്പാവുന്ന എന്തിനാണ്? അപ്പോൾ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യാറുള്ളത് ഫുൾ മോക്ക് ടെസ്റ്റുകൾ, പ്രോപ്പർ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ടെസ്റ്റുകൾ നിങ്ങൾ സിലബസിന്റെ ഒരു 75% കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രം പോയി എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. അല്ലാതെ ആദ്യ ദിവസം തൊട്ടേ ഫുൾ മോക്ക് അറ്റൻഡ് ചെയ്യണം എന്ന് റെക്കമെൻഡ് ചെയ്യുന്നവരുണ്ട്. ദയവ് ചെയ്ത ആ മെത്തേഡ് ഞാൻ പറയാറില്ല. ഇനി ഇത് പേഴ്സണൽ ചോയ്സ് ആണ്, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്തോളൂ. പക്ഷേ വാട്ട് ഐ സ്ട്രോങ്ലി റെക്കമെൻഡ് ഈസ്, ദയവ് ചെയ്ത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ആദ്യത്തെ ഒരു 2-3 മാസം ഒരു 75% സിലബസ് കംപ്ലീറ്റ് ആവാതെ നിങ്ങൾ ഫുൾ മോക്ക് എടുക്കാനേ പാടില്ല. നിങ്ങളുടെ കോൺഫിഡൻസിനെ തകർത്ത് കളയും. പക്ഷെ നിങ്ങൾ മോക്ക് എടുക്കണം. ഏത് മോക്ക് എടുക്കണം എന്ന് ഞാൻ പറഞ്ഞേ, ടോപ്പിക് വൈസ് കിട്ടുന്ന മോക്കുകൾ, സബ്ജക്ട് വൈസ് കിട്ടുന്ന മോക്കുകൾ. നമ്മൾ ഓരോ ക്ലാസ് കഴിയുമ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ 10 മാർക്കിന്റെ ടെസ്റ്റ് ഉണ്ട്, പിന്നെ ഒന്നുകൂടെ ടോപ്പിക് വൈസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ വീണ്ടും 25 ചോദ്യങ്ങളുടെ ടെസ്റ്റ് ഉണ്ട്. അത്തരം ടെസ്റ്റുകൾ നിങ്ങൾ എടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോഴാണ് നമുക്ക് ഈ പഠിച്ചതിൽ കൃത്യമായ ഒരു എക്സ്ട്രാ പോയിന്റ് ഉണ്ടോ, അല്ലെങ്കിൽ അത് റിവിഷൻ നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, നമുക്ക് മനസ്സിലാവുള്ളൂ. അത് എന്ത് ചെയ്യണം, നിങ്ങൾ മനസ്സിൽ വെക്കണം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പരിപാടി എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് RRB ഗ്രൂപ്പ് ഡി ഒരു 3 സ്റ്റെപ്പായിട്ടാണ് പറഞ്ഞത്. സിലബസ് ഫുള്ള് പഠിക്കുക, അതിന്റെ PYക്ക് റെഫർ ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ എടുക്കുക, ഇതെന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. വീണ്ടും മോക്ക് എടുക്കുക, വീണ്ടും PYക്ക് നോക്കുക, അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ ഈ പറഞ്ഞ 3 സ്റ്റെപ്പ് കൃത്യമായി നിങ്ങൾ ആരെയും പറ്റിക്കാതെ, അതായത് നമുക്ക് നമ്മളെ തന്നെ പറ്റിക്കാൻ ഭയങ്കര എളുപ്പമാണ് അല്ലേ. നമുക്ക് ബാക്കിയുള്ളവരെ പറ്റിക്കാൻ എന്താ പറയുക, ഭയങ്കര എളുപ്പമാണ്. നമുക്ക് നമ്മളെ തന്നെ പറ്റിക്കാനേ കുറച്ച് കഷ്ടപ്പാടുള്ളൂ. ആരെയും പറ്റിക്കാതെ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് RRB ഗ്രൂപ്പ് ഡിയുടെ അപ്പോയിൻമെൻറ്റ് ഓർഡർ നിങ്ങളുടെ കയ്യിലിരിക്കും. ഞാൻ അഷ്വർ ചെയ്യാം, ഇതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള വഴി എന്ന് പറയുന്നത്. പക്ഷേ ഇത് എന്ത് ചെയ്യണം, ഞാൻ ഈ പറഞ്ഞ പോലെ നോട്ടുകൾ ഇങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കണം. മോക്ക് ടെസ്റ്റുകളും PYക്ക് നമ്മൾ വീണ്ടും എടുത്തുകൊണ്ടേയിരിക്കണം. ഇങ്ങനെ വീണ്ടും ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ പറഞ്ഞ ആ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് എന്ത് ചെയ്യുന്നത്, എത്തുന്നത് എന്നുള്ളത് എന്ത് ചെയ്യുക, മറക്കാതെ ഇരിക്കുക. അപ്പോൾ ഇതാണ് എങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ളതിന് ഉത്തരം. ഞാൻ 2 ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ ആദ്യം ഷൂട്ട് ചെയ്ത്, എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം. അതിൽ ആദ്യം എങ്ങനെ പഠിക്കണം എന്നുള്ള സ്ട്രാറ്റജി എന്ത് ചെയ്തു, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇനി എന്ത് പഠിക്കണം, എവിടെ നിന്ന് പഠിക്കണം എന്നുള്ളതാണ്. എവിടെ നിന്ന് പഠിക്കണം എന്നുള്ളതിനും ഞാൻ ഓൾറെഡി ഉത്തരം പറഞ്ഞു. നിങ്ങൾ പോകുന്ന ഓഫ്ലൈൻ സ്ഥാപനമാവാം, ഓൺലൈൻ ആപ്പാവാം, എന്ത് വേണമെങ്കിലും. ഇപ്പം നമ്മുടെ കോഴ്സ് ആണെങ്കിൽ നമ്മുടെ കോഴ്സ് അതാണെങ്കിലും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എടുക്കാം. ഏതായാലും കുഴപ്പമില്ല. ഇനി എന്ത് പഠിക്കണം എന്നുള്ളതാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു, ജനറൽ സയൻസ് എന്ന് പറയുമ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും, ലൈഫ് സയൻസ് ബയോളജിയാണ് പറയുന്നത്. 10th സ്റ്റാൻഡേർഡ് ലെവലാണ്, CBSE ആണ്, സ്റ്റേറ്റ് സിലബസ് അല്ല. സോ കുറച്ചും കൂടെ കട്ടിയായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്, കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതുണ്ട്. ഈ ഫിസിക്സിലും കെമിസ്ട്രിയിലും ബയോളജിയിലും എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് എന്ത് ചെയ്യേണ്ടതിന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കണം. അതിലോട്ട് നമുക്ക് പോവാം. അതിന് മുമ്പ് ജനറൽ അവയർനെസ്സും കറണ്ട് അഫയേഴ്സും കൂടെ ഉണ്ട്. ഈ ജനറൽ അവയർനെസ്സും കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സയൻസിൽ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റി, കറണ്ട് അഫയേഴ്സ്, സ്റ്റാറ്റിക് GK എന്നിങ്ങനെ ഈ ടോപ്പിക്കുകളാണ് ഇതിനകത്ത് വരുന്നത്, ജനറൽ അവയർനെസ് എന്നുള്ളതിൽ വരുന്നത്. ഇതിൽ ഈ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് കുറച്ചധികം നമുക്ക് പഠിക്കാനുണ്ട്, അതിലോട്ടും ഞാൻ വരാം. ഇനി എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഓരോരോ സബ്ജക്റ്റിലെയും ഓരോരോ സബ്ജക്റ്റ് എടുത്തിട്ട് അതിൽ ഏതേത് ടോപ്പിക്കുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്നുള്ളതിന് കൃത്യമായ ഒരു ലിസ്റ്റ് ഞാൻ തരാനായിട്ട് പോവാണ്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എടുക്കുന്ന ഒരു GKയുടെ നോട്ട് എടുക്കാനായിട്ട് ഉദ്ദേശിച്ചതിൻ്റെ ഫ്രണ്ടിൽ ഓരോ സബ്ജക്റ്റ്, ഇപ്പോൾ ഫിസിക്സിന് നിങ്ങൾ നോട്ട് എടുക്കാൻ എന്താ പറയുക തീരുമാനിച്ചു, ഫിസിക്സിന് എടുക്കുക, ഒരു ഹെഡ്ലൈൻ ഇടുക, അടിയിൽ വരയ്ക്കുക. ഞാനിപ്പോൾ താഴെ ലിസ്റ്റ് ചെയ്യുന്ന ടോപ്പിക്കുകളെല്ലാം എഴുതി വയ്ക്കുക. ഓരോന്ന് പഠിച്ചു കഴിയുമ്പോൾ അതിങ്ങനെ വെട്ടി പോകും. അത് വെട്ടിക്കഴിഞ്ഞതെല്ലാം വെട്ടുന്ന ഒരു ദിവസം ഉണ്ടല്ലോ,
അന്ന് നിങ്ങൾക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അന്ന് നിങ്ങൾ ഫീൽ ചെയ്യാൻ പോകുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതിന് വേണ്ടി പണിയെടുക്കുക. നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, വെട്ടി പോകുക. അതിപ്പോൾ ഫിസിക്സിനും കെമിസ്ട്രിക്കും ബയോളജിക്കൊക്കെ എന്ത് ചെയ്യുക, അത് ചെയ്യുക. ഒന്ന് എഴുതുക. നിങ്ങൾ ഈ മറ്റേ സ്ക്രീൻഷോട്ട് എടുക്കാനും നിൽക്കണ്ട, ഇതിൻ്റെ PDF ചോദിച്ചാൽ ആരും അവിടെ കമൻറ്റ് ചെയ്യാനും നിൽക്കണ്ട, നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യുക, എഴുതുക. അപ്പോൾ നമ്മളിനി ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് ഇതിൽ ഓരോരോ സബ്ജക്റ്റുകളായിട്ട് എടുത്തിട്ട് ആ ഓരോരോ സബ്ജക്റ്റിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടതെന്നാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ആദ്യം നമുക്ക് എവിടെ നിന്ന് തുടങ്ങാം? ഫിസിക്സിൽ നിന്ന് തുടങ്ങാം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം, ചില ടോപ്പിക്കുകൾ ഞാൻ ചോപ്പിച്ചിട്ടുണ്ടാവും. ആ ചോപ്പിച്ച ടോപ്പിക്കുകൾക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതലുണ്ട് എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ആദ്യമായിട്ട് ഫിസിക്സ് നിങ്ങൾ പഠിക്കുക മെഷർമെന്റ്സ് ആൻഡ് യൂണിറ്റ്സ് ആണ്. ഓരോരോ സാധനങ്ങളുടെ യൂണിറ്റുകൾ, ലൂമിനസ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് എന്താണ്, കാൻഡേല എന്നാണ്, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് എന്താണ്, ആക്സിലറേഷന്റെ യൂണിറ്റ് എന്താണ്, ഇങ്ങനെ പല പല യൂണിറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ജീവിതത്തിൽ പഠിക്കുന്നുണ്ട് അല്ലേ. അതുപോലെ അളവുകൾ, മെഗാ, ജിഗ, ടെറ എന്നൊക്കെ പറഞ്ഞ പലതരത്തിലുള്ള അളവുകൾ, അങ്ങനെ മെഷർമെന്റ്സും യൂണിറ്റ്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, നിങ്ങൾ അവിടെ പഠിക്കണം. പിന്നെ മോഷൻ ആൻഡ് റെസ്റ്റ്, ചെറിയ കാലം തൊട്ടേ കേൾക്കുന്നതാണ് മോഷൻ ആൻഡ് റെസ്റ്റ്, അതുമായി ബന്ധപ്പെട്ട ഇക്വേഷൻസ് കാര്യങ്ങളെല്ലാം പഠിക്കണം. ഈ RRB ഗ്രൂപ്പ് ഡിക്ക് സയൻസിൽ ഒരു സ്പെഷ്യൽ പാക്കേജ് ഉണ്ട്, അതെന്താണെന്നുള്ളത് ഞാൻ അവസാനം പറഞ്ഞുതരാം. ഇപ്പോൾ തൽക്കാലം ഇത് കേട്ടോ. പിന്നെ ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ, ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ, ഫോഴ്സ്, വർക്ക്, എനർജി, പവർ, ഗ്രാവിറ്റേഷൻ, ഗുരുത്വാകർഷണ ബലം, ഇലാസ്റ്റിസിറ്റി, ഫ്ലൂയിഡ്സ്, വേവ്സ്, തരംഗങ്ങൾ, അതുപോലെ തന്നെ ഹീറ്റ്, തെർമോഡൈനാമിക്സ്, ലൈറ്റ്, സൗണ്ട്. ചോപ്പാണ് ശ്രദ്ധിക്കുക, നല്ലോണം ചോദ്യം വരാറുണ്ട്. റെയിൻബോ ഉണ്ടാവുന്നത്, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഡിഫ്രാക്ഷൻ, അങ്ങനെ ഒരുപാടുണ്ട് അതിനകത്ത്. സൗണ്ടിൽ അതുപോലെ ഡോപ്ലർ എഫക്റ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം. ഞാൻ ഉള്ളിലെ ടോപ്പിക് പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കുന്നില്ല, പക്ഷെ അതെല്ലാം എന്ത് ചെയ്യാനുള്ളതാണ്, പഠിക്കാനുള്ളതാണ്. ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം, അറ്റോമിക് ആൻഡ് ന്യൂക്ലിയർ ഫിസിക്സ്, അറ്റോമിക് റിയാക്ടേഴ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ കെമിസ്ട്രിയിൽ നിങ്ങളത് പഠിക്കും. പ്രധാനപ്പെട്ട ഇൻസ്ട്രുമെന്റ്സും അതിന്റെ ഉപയോഗവും അതുപോലെ തന്നെ അത് കണ്ടുപിടിച്ച ആളുകളും. ആസ്ട്രോണമി എന്ന് പറയുമ്പോൾ എന്താണ്, സോളാർ സിസ്റ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആസ്ട്രോണമിയിൽ വരിക. ഇത്രയും ടോപ്പിക്കുകളാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ഫിസിക്സിൽ നിന്ന് എന്ത് ചെയ്യേണ്ടത്, പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. അപ്പോൾ ഇത് എന്ത് ചെയ്തു, എഴുതി വെച്ചു അല്ലേ. ഓരോന്നിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കയറി പറയാൻ നിന്ന് കഴിഞ്ഞാൽ നടക്കില്ല. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഇവിടെ തരുന്നത് വളരെ ഒരു കൃത്യമായിട്ടുള്ള ഐഡിയ ഏതൊക്കെ ടോപ്പിക്കുകളാണെന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ തരുന്നത്. അപ്പോൾ ഫിസിക്സ് ഇത്രയും പഠിക്കണം. കെമിസ്ട്രിയിൽ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ക്ലാസിഫിക്കേഷൻ നമുക്കറിയാം. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ബോസെൻസിങ്, കണ്ടൻസേറ്റ്, പ്ലാസ്മ, അങ്ങനെ കുറേ ക്ലാസിഫിക്കേഷൻ ഉണ്ടല്ലേ, അതാണ് വരുന്നത്. സെപ്പറേഷൻ ഓഫ് മിക്സ്ചേഴ്സ്, ഓരോ മിക്സ്ചറുകളും എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്, അതിനുള്ള ടെക്നിക്കൽ, ക്രിസ്റ്റലൈസേഷൻ പോലുള്ള ടെക്നിക്കൽ. കെമിക്കൽ റിയാക്ഷൻസ് നമുക്കറിയാം, പലതരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ട്. അത് കെമിക്കൽ ബോണ്ടുകൾ, ബന്ധനങ്ങൾ, ഗ്യാസ് ലോസ്, വാതക നിയമങ്ങൾ, ആസിഡ് ആൻഡ് ബേസ്, പീരിയോഡിക് ടേബിൾ, ആവർത്തന പട്ടികയും അതിന്റെ പ്രോപ്പർട്ടീസും, മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്, ലോഹങ്ങളും അലോഹങ്ങളും, മെറ്റലർജിയും അലോയ്സും, എങ്ങനെയാണ് മെറ്റൽ എക്സ്ട്രാക്ട് ചെയ്യുന്നത്, ഒന്നിൽ കൂടുതൽ മെറ്റൽ കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന അലോയ്സ്. കാർബൺ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം എന്താണ്, ഓർഗാനിക് കെമിസ്ട്രിയാണ് അല്ലേ. സൊല്യൂഷൻസ്, ഇലക്ട്രോ കെമിസ്ട്രി, ഫ്യൂവൽ, ഇന്ധനം, കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫ്, സോപ്പ്, ഡിറ്റർജന്റ്, വെള്ളം, അതുപോലുള്ള പരിപാടികൾ. പൊല്യൂഷൻ, മാനുഫാക്ചറിങ് പ്രോസസ് ആൻഡ് ഡിസ്കവറീസ്, ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള പേരുകളും അത് കണ്ടുപിടിച്ചിട്ടുള്ള ആളുകളും അതുപോലെ മറ്റു കണ്ടുപിടുത്തങ്ങളും. കെമിസ്ട്രിയിലെ പ്രധാനപ്പെട്ട ഫാക്റ്റുകൾ, കെമിക്കൽ നെയിമുകളാണോ എന്ത് ചെയ്യേണ്ടത്, കെമിസ്ട്രിയിൽ നിന്ന് പഠിക്കേണ്ടത്. അപ്പോൾ ഇത്രയും ടോപ്പിക് എന്ത് ചെയ്യണം, കെമിസ്ട്രിയിൽ നിന്ന് പഠിക്കണം. ഇനി ഇത് രണ്ടുമല്ലാത്ത, ഞാൻ ഈ രണ്ടിലും മെൻഷൻ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളോട് ഫിസിക്സും കെമിസ്ട്രിയും നിങ്ങൾ പഠിക്കണം. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, ഈ പറഞ്ഞ ടോപ്പിക്കിലൊക്കെ വരുന്നത് തന്നെയാണ്. NTPCക്ക് അവിടെയും ഇവിടെയൊക്കെ കുറച്ച് ഉണ്ടാവാറുള്ളൂ. പക്ഷേ RRB ഗ്രൂപ്പ് ഡിക്ക് സയൻസിന് വെയിറ്റേജ് കൂടുതലായതുകൊണ്ട് നല്ല രീതിയിൽ ഉണ്ടാവുന്ന ഒരു സാധനമാണ് ഫിസിക്സിൽ നിന്നും കെമിസ്ട്രിയിൽ നിന്നുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ്, ബേസിക് ലെവൽ പ്രോബ്ലംസ്. ചുമ്മാ ഇക്വേഷൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും പ്രോബ്ലംസ്. ഫിസിക്സിലെ മോഷൻ ആൻഡ് റെസ്റ്റിൽ നിന്ന്, ഫോഴ്സിൽ നിന്ന്, വർക്ക് എനർജി പവറിൽ നിന്നൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ കെമിസ്ട്രിയിൽ നിന്ന് കെമിക്കൽ റിയാക്ഷൻസിനെ ബേസ് ചെയ്തിട്ട്, പീരിയോഡിക് ടേബിളിനെ ബേസ് ചെയ്തിട്ടൊക്കെ എന്ത് ചെയ്യാറുണ്ട്, പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. അത്തരത്തിലുള്ള ബേസിക് ലെവൽ പ്രോബ്ലംസ് നല്ലോണം എന്ത് ചെയ്യും, RRB ഗ്രൂപ്പ് ഡിക്ക് ചോദിക്കും. അപ്പോൾ പലർക്കും പറ്റുന്നൊരു അബദ്ധമാണ്, എല്ലാവരും ഈ ന്യൂമറിക്കൽസ് എന്ന് പറയുമ്പോൾ QAയും മാത്സും ഒക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യും. എന്നാൽ ഈ പറയുന്ന സയൻസിലെ ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും പ്രോബ്ലംസ് എന്ത് ചെയ്യില്ല, പ്രാക്ടീസ് ചെയ്യില്ല. 25 ചോദ്യങ്ങളിൽ എങ്ങനെ പോയാലും ഒരു 10 ചോദ്യമൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ആയിട്ട് വരാറുണ്ട്. അപ്പം അത് എന്ത് ചെയ്യേണ്ടതുണ്ട്, നിങ്ങൾ അതിനൊന്ന് വെൽ പ്രിപ്പയർഡ് ആവേണ്ടതുണ്ട്. കൃത്യമായിട്ട് ആ ചോദ്യങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. ബട്ട് ഐ റിപ്പീറ്റ്, ഈ പ്രോബ്ലം എന്നൊക്കെ പറയുമ്പോൾ, ന്യൂമറിക്കൽ പ്രോബ്ലം എന്നൊക്കെ പറയുമ്പോൾ, അയ്യോ കണക്കോ, അതും സയൻസിലെ കണക്കോ, ഞങ്ങളെ കൊണ്ട് പറ്റുമോ, ഞങ്ങളെ കൊണ്ട് ആവോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷെ മക്കളെ, ഐ റിപ്പീറ്റ്, വളരെ ഈസി ആയിട്ടുള്ള, വളരെ ബേസിക് ലെവലായിട്ടുള്ള പ്രോബ്ലംസ് വരും. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു ഷിഫ്റ്റിൽ 10 ഉണ്ടായിരിക്കാം, ഒരു 7 to 8 ആവറേജ് പിടിച്ചോ, 10 പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിലൊരു 5 മുതൽ 6 വരെ മിനിമം കണ്ണു അടച്ച് നമുക്ക് നോക്കിയിട്ട് വെറുതെ പറയാൻ പറ്റുന്ന പ്രോബ്ലംസ് ആയിരിക്കും. ഒരു 1 or 2 നല്ല ടഫായിട്ടുണ്ടാവും, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ ഈ പറയുന്നത് 10 നമുക്ക് ഒരു 8 അല്ലെങ്കിൽ 9 മാർക്ക് ഈസിലി സ്കോർ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് ഇത് വരുന്നത്, ഈ പറയുന്ന ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരുന്നത്. ഞാനിതൊരു റഫായിട്ടുള്ള നമ്പർ പറഞ്ഞാണ്, എല്ലാ ഷിഫ്റ്റിലും ഇതുപോലെയൊന്നുമല്ല, മാറി മറിഞ്ഞൊക്കെ എന്ത് ചെയ്യാറുണ്ട്,
വരാറുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഫിസിക്സിലെ കെമിസ്ട്രിയിലും NTPCക്ക് അധികം ഇല്ലാത്ത എന്നാൽ ഗ്രൂപ്പ് ഡിക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടുന്ന ഒരു എക്സ്ട്രാ സാധനമാണ് ഞാൻ ഈ പറഞ്ഞത് ന്യൂമറിക്കൽ പ്രോബ്ലംസ്. ഈ ന്യൂമറിക്കൽ പ്രോബ്ലംസ് പൊതുവേ അങ്ങനെ SSC പരീക്ഷകളിൽ കാണാറില്ല, ഉണ്ടാവാറുണ്ട്, അവിടെയും ഇവിടെയൊക്കെ വളരെ അപൂർവമായിട്ട് ഒന്നോ രണ്ടോ ഉണ്ടാവാറുള്ളൂ. ഇത്തരത്തിലുള്ള പരീക്ഷകൾ RRB പരീക്ഷയിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് കൂടുതൽ വരുന്നത്. അപ്പോൾ അത് മനസ്സിലായേ. ഇനി നമ്മുടെ ഫിസിക്സ് വെച്ച് കഴിഞ്ഞാൽ പിന്നുള്ളത് ബയോളജിയാണ്. ബയോളജിയിൽ നമുക്ക് പഠിക്കാനുള്ളത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷനാണ് ആദ്യം പഠിക്കേണ്ടത്. നമ്മൾ ഈ പറയുന്ന മൃഗങ്ങളെയും ചെടികളെയും എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, 5ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. മൊനീറ, പ്രൊട്ടിസ്റ്റ, ഫംഗി, പ്ലാന്റ്, അനിമാലിയ എന്ന് പറഞ്ഞിട്ട് 5ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ പഠിക്കണം. പിന്നെ സെല്ലും അതിലെ സെൽ ഓർഗനൽസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലായ്പ്പോഴും ക്വസ്റ്റൻ ഉണ്ടാവാറുള്ളതാണ്. ജെനറ്റിക്സ്, പിന്നെ ഞാൻ ഈ പറഞ്ഞ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിലെ ചെടികളെ പറ്റിയിട്ട്, ചെടികളുടെ മോർഫോളജി, അവരുടെ എന്തൊക്കെയാണുള്ളത്, എന്തൊക്കെയാണ് അതിലെ ഭാഗങ്ങൾ, സൈലം, ഫ്ലോയം, അതുപോലുള്ള പരിപാടികളുണ്ടല്ലോ, അതൊക്കെ അത് പ്ലാന്റ് ഇഷ്യൂസിലും ഉണ്ട്. അതുപോലെ റീപ്രൊഡക്ഷൻ, അവരുടെ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ്, പോളിനേഷൻ, അതുമായി ബന്ധപ്പെട്ട പരിപാടികൾ, പലതരം ഹോർമോൺസ്, ഓക്സിൻ പോലത്തെ പല പല ഹോർമോൺസ്, പിന്നെ ട്രോപ്പിസം, പ്ലാന്റ്സിന്റെ ന്യൂട്രിയൻസ്, പ്ലാന്റ്സിന് വരുന്ന അസുഖങ്ങൾ, എക്കോളജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ കുറച്ച് ബോട്ടണി ഫാക്ട്സും എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കണം. സത്യം പറഞ്ഞാൽ കിങ്ഡം പ്ലാന്റ് തൊട്ട് ഇത്രയും എക്കോളജി ഇല്ല, ബോട്ടണി ഫാക്ട്സ് വരെയുള്ളത് നമുക്ക് വേണമെങ്കിൽ എന്തായിട്ട് പറയാം, ബോട്ടണിയാണ്. ചെടികളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ബയോളജിക്ക് ബോട്ടണി ഉണ്ടെങ്കിൽ ചെടികളെ പറ്റിയുള്ള പഠനം ഉണ്ടെങ്കിൽ എന്തുണ്ട്, സുവോളജി ഉണ്ട് അല്ലേ. ഇതാണ് സുവോളജി എന്ന് പറയുന്നത്. ആനിമൽ കിങ്ഡത്തിൽ വരുന്നത് ആനിമൽ ടിഷ്യൂ, നമ്മുടെ ശരീരത്തിലെ ടിഷ്യൂസ്, നമ്മുടെ സെൻസ് ഓർഗൻസ്, കണ്ണ്, ചെവി, മൂക്ക് പോലുള്ള സാധനങ്ങൾ. ഹ്യൂമൻ ബോഡി, വ്യത്യസ്തമായ സിസ്റ്റംസ്, ഡൈജസ്റ്റീവ് സിസ്റ്റം, എക്സ്ക്രീറ്ററി സിസ്റ്റം, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടല്ലോ. നമ്മുടെ എല്ലുകളുമായി ബന്ധപ്പെട്ടതെല്ലാം പഠിക്കേണ്ടതുണ്ട്. സർക്കുലേറ്ററി സിസ്റ്റം, ഹ്യൂമൻ ബ്ലഡ്, രക്തവും അതിൻ്റെ കാര്യങ്ങളും പഠിക്കണം. നമുക്ക് വേണ്ട വൈറ്റമിൻസും മിനറൽസും പഠിക്കണം. നമുക്ക് വരുന്ന അസുഖങ്ങൾ, ബാക്ടീരിയ കോസിങ്, വൈറസ് കോസിങ്, അതിന് പലതരം വിളിപ്പേരുകളുണ്ട്, കണ്ടുപിടിച്ച ആളുകളുണ്ട്, വാക്സിൻസ് ഉണ്ട്, അതൊക്കെ പഠിക്കണം. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് നമ്മൾ എന്തും പഠിക്കണം, പല്ലിനെ പറ്റിയും എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യാനുള്ളത്, നമുക്ക് ബയോളജിയിൽ എന്ത് ചെയ്യാനുള്ളത്, നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൻ്റെ റിപ്പീറ്റേഷനാണ്, സോറി ക്ഷമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ബയോളജിയിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതും ബയോളജി എന്ന് പറയുന്നതിൻ്റെ ആദ്യത്തെ പേജിൽ എഴുതി വെച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നിട്ട് ഒരു അറ്റത്തുനിന്ന് വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട്, നമുക്ക് വെട്ടി തുടങ്ങാനായിട്ട്. അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 25 മാർക്കിന്റെ സയൻസ് കഴിഞ്ഞു. പറയാൻ ഭയങ്കര എളുപ്പമാണ്, പക്ഷെ പഠിച്ചേ പറ്റൂ. ഇനി ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ അതിൽ 3 ഇന്ത്യകളാണ് പഠിക്കേണ്ടത്. കേരള PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ പൊതുവെ മോഡേൺ ഇന്ത്യ എന്ന് പറയുന്ന പാഠഭാഗം മാത്രമേ നിങ്ങൾ പഠിക്കുന്നുണ്ടാവുള്ളൂ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം മുതൽ 1947 വരെയുള്ളത് അല്ലേ. ചില PSC പരീക്ഷകൾക്ക് സ്വതന്ത്രാനന്തര ഇന്ത്യ ആഫ്റ്റർ ഫ്രീഡം കിട്ടിയതിന് ശേഷമുള്ള ഇന്ത്യയുടെ ചരിത്രവും വേണം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത് വേണ്ട. 1947 ശേഷമുള്ള കഥ കാര്യമായിട്ട് ആവശ്യമില്ല. ഇനി ആവശ്യമുള്ളത് തന്നെ നിങ്ങൾ പൊളിറ്റിയിലും എക്കണോമിക്സിലും പഠിച്ചോളും. പക്ഷെ നമുക്ക് എന്ത് പഠിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഷ്യൻ ഇന്ത്യ തൊട്ട് പഠിക്കണം. അതായത് സ്റ്റോൺ ഏജ് തൊട്ട്, ശിലായുഗം തൊട്ട്, ഇൻഡസ് വാലി സിവിലൈസേഷൻ, വേദിക് ഏജ്, പിന്നെ നമ്മുടെ ഹരിയങ്ക, ശിശുനാഗ, നന്ദ, മൗര്യ, ശുംഗ, കൻവ എന്നിങ്ങനെ കുറേ ഡൈനാസ്റ്റീസ് നമുക്കുണ്ട്. അതെല്ലാം എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ മെഡീവൽ ഇന്ത്യയിലോട്ടെത്തും, മധ്യകാല ഇന്ത്യയിലോട്ടെത്തും. ഇതിൽ പ്രധാനമായിട്ടും നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഡൽഹി സുൽത്താനേറ്റും മുഗളന്മാരും പിന്നെ ബാഹ്മനി കിങ്ഡം, വിജയനഗര സാമ്രാജ്യം പോലത്തെ കാര്യങ്ങളുണ്ട്. പിന്നെ ഏർലി മെഡീവൽ ഇന്ത്യയിലാണ് നമ്മുടെ യൂറോപ്യന്മാർ വരുന്നത് അല്ലെ. പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ പോലത്തെ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവരുടെ യുദ്ധങ്ങളും എന്ത് ചെയ്യണം, പഠിക്കണം. അതാണ് നിങ്ങൾ മെഡീവൽ ഇന്ത്യയിൽ, മധ്യകാല ഇന്ത്യയിൽ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പൊ ആൻഷ്യൻ ഇന്ത്യയിൽ സ്റ്റോൺ ഏജ് തൊട്ട് തുടങ്ങി ഒരു മെഡീവൽ ഇന്ത്യ വരെ, ഡൽഹി സുൽത്താനേറ്റ് വരെ പഠിച്ചു. മെഡീവൽ ഇന്ത്യയിൽ നിങ്ങൾ മുഗളന്മാരും യൂറോപ്യന്മാരും വന്നു, പിന്നെ ബ്രിട്ടീഷുകാരാണ്, അത് എവിടെയും പഠിച്ചു, മോഡേൺ ഇന്ത്യയിലും പഠിച്ചു. എന്നിങ്ങനെ ഈ 3 ചരിത്രവും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എന്ത് ചെയ്യേണ്ടതുണ്ട്, നിങ്ങൾ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗത്ത് പഠിക്കേണ്ടതുണ്ട്. അപ്പൊ അത് മനസ്സിലായില്ലേ. പിന്നുള്ളതാണ് ജോഗ്രഫി എന്ന് പറയുന്നത്. ജോഗ്രഫിയിൽ 3 ജോഗ്രഫിയെ പഠിക്കേണ്ടത്. യൂണിവേഴ്സ്, പ്രപഞ്ചത്തെ പറ്റി, സോളാർ സിസ്റ്റത്തെ പറ്റി, അതിന്റെ രൂപീകരണത്തെ പറ്റി, അതുമായി ബന്ധപ്പെട്ട തിയറികളെ പറ്റി, അതുമായി ബന്ധപ്പെട്ട മറ്റു കണ്ടുപിടുത്തങ്ങളെ പറ്റിയൊക്കെ പഠിക്കണം. പിന്നെ വേൾഡ് ജോഗ്രഫി പഠിക്കണം, ഇന്ത്യൻ ജോഗ്രഫി പഠിക്കണം. ഓരോന്നിന്റെ ഉള്ളിൽ എന്താ പഠിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. വേൾഡ് ജോഗ്രഫിയിൽ എന്ത് വരും, യൂണിവേഴ്സ്, പ്രപഞ്ചം, സ്റ്റാർസ്, നക്ഷത്രങ്ങൾ, സോളാർ സിസ്റ്റം, സൗരയൂഥം, അതിലെ ഭൂമിയുടെ ഉൽപ്പത്തി, നമ്മുടെ ലാറ്റിറ്റ്യൂഡും ലോങ്ങിറ്റ്യൂഡും, ഭൂമിക്ക് ചുറ്റുമുള്ളതും അല്ലെ, വരകളുണ്ട്, ഇമാജിനറി ലൈൻസ് ഉണ്ടല്ലോ, ലാറ്റിറ്റ്യൂഡും ലോങ്ങിറ്റ്യൂഡും, അതുകൊണ്ടുണ്ടാകുന്ന ടൈം സോൺസുകൾ, അതുപോലെ ഭൂമിയുടെ റൊട്ടേഷൻ, റെവല്യൂഷൻ, അതുകൊണ്ടുണ്ടാകുന്ന സീസൺസ്, എക്ലിപ്സ്, ഗ്രഹണം, അതുപോലെ തന്നെ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി, നമ്മുടെ ആൽഫ്രഡ് വാഗ്നർ ഒക്കെ പ്രപ്പോസ് ചെയ്തിട്ടുള്ള നമ്മുടെ ഇന്ന് കാണുന്ന രീതിയിൽ ഈ ഭൂഖണ്ഡം ഉണ്ടായതിന് പുറകിലുള്ള കഥ, അതുപോലെ തന്നെ ഭൂകമ്പങ്ങൾ, അഗ്നിപർവ്വതങ്ങൾ, റോക്കുകൾ, വ്യത്യസ്തമായ റോക്കുകളെ പറ്റി, നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ ലേയേഴ്സിനെ പറ്റി, സ്ട്രാറ്റോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ പോലത്തെ ലേയേഴ്സിനെ പറ്റി, കണ്ടൻസേഷൻ ആൻഡ് ക്ലൗഡ്സിനെ പറ്റി, ഓഷ്യൻസിനെ പറ്റി, കോറൽ റീഫ്സിനെ പറ്റി, തിരമാലകളെ പറ്റിയൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കണം. അതുപോലെ പല പല സ്ട്രീറ്റുകളും എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ പഠിക്കേണ്ടത്. ഇതെല്ലാം നിങ്ങൾ വേൾഡ് ജോഗ്രഫിയുടെ ഭാഗമായിട്ട്, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഭാഗമായിട്ട് എന്ത് ചെയ്യണം, പഠിക്കണം. വേൾഡ് ജോഗ്രഫി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ വേൾഡും വന്നല്ലോ, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര പൂരകങ്ങളാണല്ലോ. അപ്പോൾ അത് എന്ത് ചെയ്തു, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ യൂണിവേഴ്സ്, വേൾഡ് ജോഗ്രഫി എന്ന് പഠിക്കണം. ഇനി ഇന്ത്യൻ ജോഗ്രഫി
ഒരു പൊടിക്ക് വേൾഡ് ജോഗ്രഫിയെക്കാളും എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മിക്ക ഷിഫ്റ്റുകളും നമ്മൾ കാണാറുള്ളത്, അതായത് ഞാനിത് ജനറലൈസ് ചെയ്ത് പറയാൻ എനിക്ക് പറ്റില്ല, കഴിയില്ല, എന്നിരിക്കലും മിക്ക ഷിഫ്റ്റുകളിലും കാണാറുള്ളത് ഇന്ത്യൻ ജോഗ്രഫിക്ക് കുറച്ചും കൂടെ ചോദ്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, വേൾഡ് ജോഗ്രഫിയേക്കാൾ കൂടുതൽ കാണാറുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ ഷിഫ്റ്റിൽ തിരിച്ചു വന്നാൽ ദയവേത് മക്കളെ എന്നെ പ്രാകരുത്, അങ്ങനെയും സംഭവിക്കാറുണ്ട്. പക്ഷേ പൊതുവെയുള്ള ട്രെൻഡ് എന്ന് പറയുന്നത് എന്താണ്, ഇന്ത്യൻ ജോഗ്രഫിക്കാണ് ചോദ്യങ്ങൾ കൂടുതൽ ഉണ്ടാവുക. ബേസിക് ഫാക്ട്സ്, ഇന്ത്യയെ പറ്റി, ഇന്ത്യയുടെ വലിപ്പം, ഇന്ത്യയുടെ പൊസിഷൻ, ഇന്ത്യയുടെ ഏരിയ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇന്ത്യയിൽ എവിടെയാണ് കാടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കണം. പിന്നെ ഇന്ത്യയുടെ അയൽക്കാരെ പറ്റി നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ ഹിമാലയാസ്, അതിൽ 3 ഭാഗങ്ങൾ, ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്, ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കണം. നമ്മുടെ ഫിസിയോഗ്രഫി ആണല്ലോ ഇത്, നോർത്തേൺ പ്ലെയിൻസ്, പെനിൻസുലാർ പ്ലാറ്റ്യൂ, കോസ്റ്റൽ പ്ലെയിൻസ് ആൻഡ് ഐലൻഡ്സ്, ഇത്രയും എന്ത് ചെയ്യണം, ഫിസിയോഗ്രഫിയുടെ ഭാഗമായിട്ട് പഠിക്കണം. പിന്നെ റിവർ സിസ്റ്റത്തിലേക്ക് നമ്മൾ കടക്കും. ഇൻഡസ് റിവർ സിസ്റ്റം, ഗംഗ ആൻഡ് ബ്രഹ്മപുത്ര റിവർ സിസ്റ്റം, പെനിൻസുലാർ റിവേഴ്സ് ഒക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കണം. പിന്നെ ഇന്ത്യയുടെ ക്ലൈമറ്റ്, നമ്മൾ മുമ്പേ പഠിച്ചത് യൂണിവേഴ്സിൽ ഭൂമിയിൽ എങ്ങനെയാണ് ഈ ക്ലൈമറ്റ് ഉണ്ടാവുന്നത്, അതുമായി ബന്ധപ്പെട്ട പ്രോസസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത്. ഇവിടെ ഇന്ത്യക്ക് നമുക്കൊരു ക്ലൈമറ്റ് ഉണ്ട് അല്ലേ, ആ കാലാവസ്ഥയെ പറ്റിയും ഇന്ത്യയുടെ സീസൺസിനെ പറ്റിയും പഠിക്കണം. ഇന്ത്യയിലെ കാടുകളെ പറ്റി പഠിക്കണം. ഇന്ത്യയിലെ വിവിധതരം മണ്ണുകളെ പറ്റി പഠിക്കണം. അതിലെ പലതിലും ഉണ്ടാകുന്ന കൃഷിയെ പറ്റി നമ്മൾ പഠിക്കണം. ഇന്ത്യയിലെ മിനറൽസിനെ പറ്റിയും എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ജോഗ്രഫിയിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ അതും എഴുതി വെച്ചു എന്ന് വിചാരിക്കുന്നു. എക്കണോമിക്സ് എനിക്ക് ഇങ്ങനെ ടോപ്പിക്ക് പറഞ്ഞുതരാൻ പോലുള്ള വിവരമില്ല, അത് ആദ്യം തന്നെ ഞാൻ പറഞ്ഞോട്ടെ. ബേസിക് കോൺസെപ്റ്റ്സ്, എക്കണോമിക്സിന്റെ ബ്രാഞ്ചും സെക്ടറും, സപ്ലൈ ആൻഡ് ഡിമാൻഡ്, GDP, GNP, NDP, NNP, ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എന്താ അതിന്റെ പരിപാടി എന്നുള്ളതൊക്കെ പഠിക്കണം. പിന്നെ ആൻഷ്യൻ ഇന്ത്യയിലെയും മെഡീവൽ ഇന്ത്യയിലും ടാക്സേഷന്റെ ഹിസ്റ്ററി പഠിക്കണം. ഹിസ്റ്ററിയിലും അത് ചെറുതായിട്ട് നിങ്ങൾ പഠിക്കും, പക്ഷേ ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കണം. അതുപോലെ ഹിസ്റ്ററി ഓഫ് ടാക്സേഷൻ ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ, ന്യൂ എക്കണോമിക് പോളിസി, 1991 പബ്ലിക് സെക്ടേഴ്സ്, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്, MSME എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഓപ്പൺ വേഴ്സസ് ക്ലോസ്ഡ് എക്കണോമി, GST, എക്കണോമിക് പ്ലാനിംഗ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ പ്ലാനിംഗ് കമ്മീഷനും നീതി ആയോഗും, നമ്മുടെ 5 ഇയർ പ്ലാൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ ചോദിക്കാൻ വിട്ടുപോയി, ചോദിക്കാറുണ്ട്. പോവർട്ടിയും അതിൻ്റെ ടൈപ്പുകളും, അൺഎംപ്ലോയ്മെന്റ്, മണി, ഇന്ത്യയിലെ ബാങ്കുകളുടെ സ്ഥാപനം, RBIയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ബഡ്ജറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇന്റർനാഷണൽ ഏജൻസീസ് ആൻഡ് ട്രേഡ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എവിടെ പഠിക്കണം, എക്കണോമിക്സിൽ നിന്ന് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. സാമ്പത്തിക ശാസ്ത്രത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കണം. പിന്നെയുള്ളത് ഇന്ത്യൻ പൊളിറ്റിയാണ്. ഇന്ത്യൻ പൊളിറ്റിയിൽ കമ്പനി റൂൾ 1773 മുതൽ 858 വരെ അവർ ഇറക്കിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അത് കഴിഞ്ഞ് ക്രൗൺ റൂളായി, കിരീടഭരണമായി അല്ലെ, റിവോൾട്ട് ഓഫ് 1857 കഴിഞ്ഞപ്പോൾ കിരീടത്തിലേക്ക് ഭരണം കൈമാറ്റം ചെയ്തു. അതിനുശേഷം ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ആക്ടുകൾ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്, എന്തൊക്കെയാണ് ചെയ്തത്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫീച്ചേഴ്സ്, സോഴ്സസ്, എവിടെ നിന്നൊക്കെ നമ്മൾ കടമെടുത്തിട്ടുണ്ട് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അതിന്റെ പ്രിയാമ്പിൾ, ആമുഖം, എത്ര സ്കെഡ്യൂൾ, എത്ര പാർട്ട്, ഓരോ സ്കെഡ്യൂളും ഓരോ പാർട്ടും ഇതിനെപ്പറ്റി സംസാരിക്കുന്നു. യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി, നമ്മുടെ സിറ്റിസൺഷിപ്പ്, നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, നമ്മുടെ പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, വൈസ് പ്രസിഡന്റ്, മിനിസ്റ്റേഴ്സ്, ആരെ അപ്പോയിന്റ് ചെയ്യുന്നു, എന്തിനെ അപ്പോയിന്റ് ചെയ്യുന്നു, അവരുടെ പവറുകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ പഠിക്കേണ്ടതുണ്ട്. കഴിഞ്ഞില്ല, പാർലമെന്റിലെ സെഷനുകളും പ്രൊസീജിയറുകളും പഠിക്കണം, വിവിധ ബില്ലുകൾ പാസ്സാവുന്നതിനെ പറ്റി പഠിക്കണം, ജുഡീഷ്യറി, സുപ്രീം കോർട്ടിനെ പറ്റി പഠിക്കണം, അതുപോലെ പല കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, അഡ്വക്കേറ്റ് ജനറൽ, ഇലക്ഷൻ കമ്മീഷൻ, UPSC, PSC പോലുള്ളത് പഠിക്കണം. നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, നീതി ആയോഗ് പോലുള്ളത് പഠിക്കണം. പിന്നെ NHRC, ലോക്പാൽ, ലോകായുക്ത തുടങ്ങിയ കാര്യങ്ങളും എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഇനി ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, ഇത്രയും നേരം പറഞ്ഞതെന്ന് ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റൂല കേട്ടോ. സിലബസ് മുഴുവൻ പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ സിലബസ് മുഴുവൻ പഠിക്കാൻ തന്നെയാണ്. ഈ ടോപ്പിക്ക് എനിക്ക് ഇത്ര കണ്ടിട്ട് പോരാ, ഇത് നിങ്ങളുടെ ഞാൻ സ്കിപ്പ് ചെയ്യാം എന്നൊന്നും ആരും വിചാരിക്കേണ്ട. കാരണം ഓരോരുത്തരുടെ ഷിഫ്റ്റിൽ ഓരോ രീതിയിലാണ് ക്വസ്റ്റ്യൻസിന് വെയിറ്റേജ് വരിക. ഇപ്പം ഞാൻ എഴുതുന്ന ഷിഫ്റ്റ് സയൻസ്, ഞാൻ ചുമ്മാ എക്സാമ്പിൾ ആയിട്ട് പറയണേ, ഞാൻ എഴുതുന്ന ഷിഫ്റ്റിൽ ഫിസിക്സിൽ നിന്ന് 10 ചോദ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ വേറൊരാൾ എഴുതുന്ന ഷിഫ്റ്റിൽ ഫിസിക്സിൽ നിന്ന് 5 ചോദ്യം ഉണ്ടാവുള്ളൂ. ഞാൻ എഴുതുന്ന ഷിഫ്റ്റിൽ പൊളിറ്റിയിൽ നിന്ന് 4 ചോദ്യം ഉണ്ടെങ്കിൽ വേറൊരാൾ എഴുതുമ്പോൾ 2 ചോദ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനാണ് പൊളിറ്റി സ്കിപ്പ് ചെയ്ത് പോയെങ്കിൽ എനിക്ക് 4 ചോദ്യം തൊടാൻ പോലും എന്ത് ചെയ്യില്ല, പറ്റില്ല. ചിലപ്പോൾ ഒറ്റ ചോദ്യമേ വരുള്ളൂ പൊളിറ്റിയിൽ നിന്ന്. പക്ഷെ നമുക്കത് പറയാൻ പറ്റില്ല, നമ്മുടെ ഷിഫ്റ്റ് നമുക്ക് കാത്തിരിക്കുന്നത് എന്താണെന്നുള്ളത് പറയാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഒരു ടോപ്പിക്കും സ്കിപ്പ് ചെയ്യില്ല എന്ന് എന്ത് ചെയ്യുക, ആദ്യം തന്നെ മനസ്സിൽ വിചാരിക്കുക. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എന്തായാലും പഠിക്കേണ്ടത്, മിനിമം 5 മാർക്കിനെങ്കിലും ചോദ്യം വരുന്ന സ്ഥലമാണ് സ്റ്റാറ്റിക് GK എന്ന് പറയുന്നത്. അതായത് ഇന്ത്യ ഫാക്സിലാണ് നമ്മൾ തുടങ്ങുക. ഇന്ത്യ ഫാക്സ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും നമ്മുടെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലൂടെയൊക്കെ അവിടെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതിൻ്റെ തലസ്ഥാനം, അവിടുത്തെ വിളിപ്പേരുകൾ, അവിടുത്തെ പ്രധാനപ്പെട്ട ആളുകൾ, അവിടുത്തെ മെയിനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതുപോലത്തെ അവിടെ നൃത്തരൂപങ്ങൾ, അവരുടെ ആചാരങ്ങൾ, അവർക്ക് GI ടാഗ് കിട്ടിയിട്ടുള്ളത്, അങ്ങനെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലൂടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇന്ത്യ ഫാക്സ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ നാഷണൽ പാർക്കുകൾ, സ്പോർട്സ് ഫാക്ട്സ്, പല ഗെയിമുകളുണ്ട്, അതിൽ കളിക്കുന്ന ആളുകളുടെ എണ്ണം, പല വാക്കുകൾ ഇപ്പം നമ്മൾ ഇപ്പം ചെക്ക്മേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചെസ്സുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. അതുപോലെ പിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ, ഓവർ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെ ഓരോരോ വാക്കുകളുണ്ട്, അതെല്ലാം കിക്ക് ഫുട്ബോളുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെ വാക്കുകൾ, ആളുകൾ, അതുപോലെ പല കപ്പുകളുണ്ട് അല്ലേ. ഇപ്പം ബോർഡർ ഗവാസ്കർ ട്രോഫി ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെ പല കപ്പുകളും ഇന്ത്യയിൽ പഠിക്കേണ്ടതുണ്ട്. അതിൽ തന്നെ പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻസിനെ പറ്റി, BCCI, FIFA പോലുള്ള സംഘടനകളെ പറ്റിയും എന്തിനാണ് നിങ്ങൾ പഠിക്കണം.
പിന്നെ ഇന്ത്യയിലെയും ലോകത്തിലെയും ആദ്യത്തേത്, അതിൽ ഇന്ത്യക്കാരനാവാം, ലോകത്തിലെ ആദ്യത്തെ ആവാം, വിമണ ആവാം, രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടതാവാം, സ്പോർട്സുമായി ബന്ധപ്പെട്ടതാവാം, സാഹിത്യവുമായി ബന്ധപ്പെട്ടതാവാം, അതിൽ ഫസ്റ്റ് ഇൻ ഇന്ത്യ ആൻഡ് വേൾഡ് അവാർഡുകൾ കിട്ടിയതാവാം, എല്ലാം എന്ത് ചെയ്യണം, അതിൽ പഠിക്കണം. പിന്നെ ഇന്ത്യയിൽ ഇന്നേ വരെയുണ്ടായ രാഷ്ട്രപതിമാരെ പറ്റിയും പ്രധാനമന്ത്രിമാരെ പറ്റിയും പഠിക്കണം. അവരുടെ കാലത്തുണ്ടായ പ്രധാനപ്പെട്ട സംഭവങ്ങൾ, ആരാണ് ചെയ്തതെന്നൊക്കെ. ഇപ്പോൾ എമർജൻസിയുടെ സമയത്ത് പ്രസിഡന്റ് ആരായിരുന്നു, പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു, എന്തായിരുന്നു അവരുടെ കാര്യങ്ങൾ, അവർക്കിനി വല്ല അവാർഡും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടത്, അല്ലെ ആദ്യത്തെ മുസ്ലിം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പിന്നെ കൺട്രി ക്യാപിറ്റൽ കറൻസി പറയുന്നത്ര എളുപ്പമല്ല എന്നറിയാം, എന്നാലും പഠിച്ചേ പറ്റൂ. അവാർഡ്സ് ആൻഡ് ഓണേഴ്സ് ഞാൻ തൊട്ടുമുമ്പ് പറഞ്ഞതുപോലെ ഭാരതരത്ന, പത്മഭൂഷൺ, പത്മവിഭൂഷൺ, മിലിറ്ററി അവാർഡ്സ് ഉണ്ടല്ലോ, പരംവീർ ചക്ര, ശൗര്യ ചക്ര പോലുള്ള അവാർഡുകൾ എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കണം. ഡിഫൻസുമായി ബന്ധപ്പെട്ട ഓർഗനൈസേഷൻസ്, നമ്മുടെ മിസൈലുകൾ, നമ്മുടെ ഷിപ്പുകൾ, നമ്മുടെ സബ്മറൈൻ മുങ്ങിക്കപ്പലുകൾ, അതിനെപ്പറ്റിയൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കണം. പിന്നെ ഇമ്പോർട്ടൻ്റ് ഓർഗനൈസേഷൻസ്, സംഘടനകൾ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യുഎൻഒൻ്റെ അണ്ടറുള്ള കുറേ കാര്യങ്ങൾ, നാറ്റോ പോലുള്ള കുറേ സംഘടനകൾ നമുക്കുണ്ടല്ലോ, IMF, അതെല്ലാം എന്ത് ചെയ്യണം, നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. പിന്നെ ബുക്സ് ആൻഡ് ഓതേഴ്സ്, പുസ്തകങ്ങളും എഴുത്തുകാരും. ഇത് 2-3 കാറ്റഗറിയിൽ നിങ്ങൾ പഠിക്കണം. ഒന്ന്, കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് ഇറങ്ങിയ പുതിയ പുസ്തകങ്ങളും ഓതേഴ്സും പഠിക്കണം. അതിൽ തന്നെ ചിലപ്പോൾ ഒരു അവാർഡ് റീസെൻ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ആ ഓതർ മരണപ്പെട്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ആ ബുക്കിന് എന്തെങ്കിലും ഒരു വിവാദമായിട്ടുണ്ടാവും, അങ്ങനെയുള്ള കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് പഠിക്കണം. പിന്നെ അതല്ലാത്ത ലോകത്തിലെ ക്ലാസിക്കുകളും ഇന്ത്യയിലെ ക്ലാസിക്കുകളെ പറ്റിയും എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കണം. പിന്നെ ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, പണ്ട് വന്ന സഞ്ചാരികൾ എഴുതിയിട്ടുള്ള, അല്ലെങ്കിൽ പണ്ടത്തെ ഹിസ്റ്ററിയെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള പുസ്തകങ്ങളും ഓതേഴ്സും എന്ത് ചെയ്യണം, നിങ്ങൾ പഠിച്ചേ പറ്റൂ. വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലാ ഷിഫ്റ്റിലും ഒരു ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. സ്പേസ് ഫാക്ട്സ്, നമ്മുടെ സാറ്റലൈറ്റ്സ്, നമ്മുടെ കാര്യങ്ങളെ പറ്റി പഠിക്കണം. ഇന്ത്യയിലെ ഡാൻസും ഫെസ്റ്റിവൽസും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയും ഡേറ്റും, എയർപോർട്ടുകളും സീപോർട്ടുകളും. ഇന്ത്യയിൽ ഓരോ എയർപോർട്ടിനും പേരുകളുണ്ട്, ആ ഓരോ എയർപോർട്ടും എവിടെയാണെന്നുള്ളത് ചോദിക്കാറുണ്ട്, അത് കൃത്യമായിട്ട് അറിയണം. നിക്നെയിമുകൾ, സ്ഥലത്തിന് വിളിപ്പേരുണ്ട്, ആളുകൾക്ക് വിളിപ്പേരുകളുണ്ട്, അത്തരത്തിലുള്ള നിക്നെയിമുകൾ. റിവർ ബാങ്കും സിറ്റീസും, ഓരോ നദിയുടെ തീരത്ത് സിറ്റുവേറ്റ് ചെയ്യുന്ന സിറ്റീസിനെ പറ്റി നമ്മൾ എന്തിനാ പഠിക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഹൂഗ്ലി നദിയുടെ തീരത്താണ് എന്ത് സിറ്റുവേറ്റ് ചെയ്യുന്നത്, കൊൽക്കത്ത സിറ്റുവേറ്റ് ചെയ്യുന്നത്, അല്ലേ. യമുന നദിയുടെ തീരത്താണ് എന്ത് ചെയ്യുന്നത്, ആഗ്ര സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഇതിങ്ങനെ ഇന്ത്യയിലെയും ലോകത്തിലെയും എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കണം. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടുകൾ, റവല്യൂഷൻസ്, മറ്റേ വിപ്ലവങ്ങളല്ല, ബ്ലൂ റെവല്യൂഷൻ, വൈറ്റ് റെവല്യൂഷൻ, ഗ്രീൻ റെവല്യൂഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടില്ലേ. അങ്ങനെ ഓരോന്നുമായും എന്തുമായി ബന്ധപ്പെട്ട റെവല്യൂഷൻസ് ആണ്, അതിന്റെ പിതാക്കന്മാരാരാന്ന് പഠിക്കണം. ഇന്ത്യൻ കറൻസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്, RRB പരീക്ഷ ആയതുകൊണ്ട് ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധപ്പെട്ട ഫാക്ടർ എന്ത് ചെയ്യണം, പഠിക്കണം. എത്ര സോൺസ് ആണുള്ളത്, അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്, നമ്മുടെ ലോങ്സ്റ്റ് റണ്ണിങ് ട്രെയിൻ, അതുപോലെ തന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടാവില്ല, കുറേ കാര്യങ്ങൾ ഫണ്ണി ആയിട്ടുള്ള ഫാക്ട്സ് ഉണ്ടാവില്ല. നമ്മുടെ മാസ്കോട്ട്, ഇന്ത്യൻ റെയിൽവേയുടെ മാസ്കോട്ട് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മളിതിൽ പഠിക്കണം. പിന്നെ നമ്മുടെ റോഡ് വേസിനെ പറ്റിയിട്ട്, ലോകത്തിലെ ബൗണ്ടറി ലൈൻസിനെ പറ്റിയിട്ട്, അല്ലേ. ഇന്ത്യ നമുക്ക് പറയുമ്പോൾ റാഡ്ക്ലിഫ്, മക്മോഹൻ പോലത്തെ വരകളുണ്ട്, ബൗണ്ടറി ലൈൻസ് ഉണ്ട്, അതിനെപ്പറ്റി പഠിക്കണം. യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റ്സ്, എസ്പെഷ്യലി ഇൻ ഇന്ത്യയെ പറ്റി പഠിക്കണം. ഇന്ത്യൻ മ്യൂസിക് ആൻഡ് മ്യൂസീഷ്യൻസ്, ഇതൊരു SSC ടോപ്പിക് ആണ്. RRB ഇതുവരെ അങ്ങനെ ചോദിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ ലാസ്റ്റ് നടന്ന പരീക്ഷകൾ അനലൈസ് ചെയ്തപ്പോഴും കണ്ടില്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നിങ്ങളൊന്ന് നോക്കി വെച്ചാൽ നന്നായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും സ്റ്റാറ്റിക് ജിക്കയിൽ നിന്ന് എന്ത് ചെയ്യേണ്ടതുണ്ട്, നിങ്ങൾ മിനിമം പഠിക്കേണ്ടതുണ്ട്. ആൻഡ് എന്ത് സംഭവിച്ചാലും സ്കിപ്പ് ചെയ്യാതെ ഉറപ്പായിട്ടും പഠിക്കേണ്ട ടോപ്പിക്കാണ് സ്റ്റാറ്റിക് ജിക്കെ. കാരണം ആ ചോദ്യങ്ങൾക്ക് എന്താണ് വെയിറ്റേജ് കൂടുതലാണ്. ഇനി കറണ്ട് അഫയേഴ്സ്, നിങ്ങളിൽ പലർക്കുള്ള സംശയമായിരിക്കും, എത്ര മാസത്തെ കറണ്ട് അഫയേഴ്സ് പഠിക്കണം എന്നാണ് നിങ്ങൾ ചോദിക്കുക. മാസത്തെ അല്ല മക്കളെ, വർഷത്തെയാണ് ഞാൻ പറയുക. നിങ്ങൾ 2024 എന്തായാലും പഠിക്കണം, അതിൽ നോ ഡൗട്ടാണ്. 2025 പരീക്ഷ നടക്കുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള മാസത്തെയും എന്ത് ചെയ്യണം, നിങ്ങൾ എന്തായാലും പഠിക്കണം. ഇതൊരു ബാക്ക്വേർഡ് ഓർഡറിൽ പോകാനേ ഞാൻ പറയുള്ളൂ. 2024 എന്തായാലും പഠിക്കുക, 2025 എക്സാം നടക്കുന്ന മാസം വരെയും പഠിക്കുക. എന്നിട്ട് സമയം കിട്ടുമെങ്കിൽ 2023 കൂടി പഠിക്കുക. 2023 ചോദ്യം ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷെ ഞാൻ സമയം കിട്ടുമെങ്കിൽ പഠിക്കുക എന്ന് പറയുന്നത്, ഈ 2023 CA നമ്മൾ പഠിച്ചു വരുമ്പോഴത്തേക്കും അതിൽ പലതും മാറിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് റിവേഴ്സ് ഓർഡറിൽ പോകുക എന്നുള്ളതാണ്. എന്തെന്ന് പറയുന്നത്, നല്ല പരിപാടി എന്ന് പറയുന്നത് 2024 പഠിച്ചോളൂ, എന്നിട്ട് 2023 എന്ത് ചെയ്താൽ മതി, പോയാൽ മതി. ഇനി നിങ്ങൾ വേണമെങ്കിൽ 2023 സ്കിപ്പ് ചെയ്യുന്നതിനെ പറ്റി ആലോചിച്ചാലും ഞാൻ വലിയ കാര്യമായിട്ട് പറയില്ല. അതൊന്ന് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ. പക്ഷേ ഈ പറയുന്ന പോലെ കറണ്ട് അഫയേഴ്സ് ഒക്കെ ഇത്രയും 3 വർഷത്തേക്ക് പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല എന്ന് എന്ത് ചെയ്യാം, എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അതും പഠിക്കുക. അപ്പോൾ GK അല്ലെങ്കിൽ ജനറൽ അവയർനെസ് എന്ന് പറയുന്ന ഭാഗവും സയൻസ് എന്ന് പറയുന്ന ഭാഗവും നമ്മൾ കവർ ചെയ്തേ. ഇനി നമുക്കുള്ളത് QAയും റീസണിങ്ങും ആണ്, അല്ലേ. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മാത്സും റീസണിങ്ങും ആണ്. ഇത് NTPCയുടെയും എല്ലാത്തിൻ്റെയും സിലബസ് സെയിം തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ NTPCയുടെ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലും QAയുടെയും റീസണിങ്ങിൻ്റെയും ക്വസ്റ്റ്യൻസ് തമ്മിൽ ഭയങ്കരമായ സ്റ്റാൻഡേർഡ് ഡിഫറൻസ് ഒന്നുമില്ല, സെയിം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അത് തന്നെ സ്ഥിരം ടോപ്പിക്കുകൾ തന്നെയാണ്, ഞാനത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നിൽക്കുന്നില്ല. ഇനിയിപ്പോൾ മാത്സിൽ ഓരോ ടോപ്പിക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞ് ഞാൻ ചെയ്യാം. പക്ഷേ ഇതങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങളിപ്പോൾ ടോപ്പിക്കുകൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, അത് കറക്റ്റായിട്ട് എന്ത് ചെയ്യാന്നുള്ളതേ ഉള്ളൂ, നിങ്ങൾ പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് അതിലൊന്നും ചെയ്യാനില്ല, പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഒരു കാര്യം മാത്സിലോ റീസണിങ്ങിൽ എനിക്ക് പറയാനുള്ളത്, ബാക്കിയുള്ള പരീക്ഷകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു പരീക്ഷയല്ല RRB പരീക്ഷകൾ എന്ന് പറയുന്നത്. അതിനിപ്പോൾ NTPC ആണെങ്കിലും ഗ്രൂപ്പ് ഡി ആണെങ്കിലും ടഫ് ക്വസ്റ്റ്യൻസ് അല്ല ചോദിക്കുക.
അത്യാവശ്യം ഈസി ടു മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. സോ ഇവിടെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറേ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്താ ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞത്, കുറേ ടഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കാട് കയറുന്ന ആളുകൾ എനിക്കറിയാം. അതല്ല നിങ്ങൾ ചെയ്യേണ്ടത്. അത്രയും ടഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള ഈസി ടു മോഡറേറ്റ് ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ, സമയം അധികം പോവാതെ ചെയ്ത് തീർക്കാനായി എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അല്ലാതെ കുറേ ടഫ് ക്വസ്റ്റ്യൻസ് കാട് കയറി CGL-ന്റെ ഒക്കെ പഴയ ടയർ 2 ചോദ്യങ്ങൾക്ക് എടുത്ത് പഠിക്കാൻ നിൽക്കരുത്. നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം ഈസി ടു മോഡറേറ്റ് ലെവലുള്ള ചോദ്യങ്ങൾ എത്രത്തോളം സ്പീഡാക്കാൻ പറ്റുമോ അത്രത്തോളം സ്പീഡാക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ക്വസ്റ്റ്യൻസ് നോക്കേണ്ടത് CGL-ന്റെ ഇപ്പോൾ കഴിഞ്ഞൊരു 1-2 വർഷത്തേക്ക് നോക്കിയാലും കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് തന്നെയാണ്, ഭയങ്കര ലെവലൊന്നുമില്ല, ഈസി ടു മോഡറേറ്റ് തന്നെയാണ്. പക്ഷെ നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നത് NTPCയുടെ ചോദ്യങ്ങൾ നോക്കാം, മുൻ വർഷങ്ങളിലെ ഗ്രൂപ്പ് ഡിയുടെ ചോദ്യങ്ങൾ നോക്കാം, ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള ALPയുടെയും RPFന്റെ ഒക്കെ ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യാം. പിന്നെ PYQ നോക്കാന്ന് പറയുമ്പോൾ ഞാൻ ഗ്രൂപ്പ് ഡിക്കാണ് പഠിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് ഡിയുടെ PYQ മാത്രമേ നോക്കുള്ളൂ. PYQ എന്ന് വെച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാത്രമേ നോക്കുള്ളൂ എന്ന് പറഞ്ഞാൽ നല്ല പെടയാണ്. നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എല്ലാ പരീക്ഷകളുടെയും നിങ്ങൾ നോക്കേണ്ടതുണ്ട്. ഇത് മാത്രം നോക്കിയാൽ പോരാ, CGL-ന്റെയും CHSL-ന്റെയും MTS-ന്റെയും കൂടെ നോക്കണമെന്ന് ഞാൻ പറയുള്ളൂ. എസ്പെഷ്യലി GK. മാത്സ് വേണമെങ്കിൽ നിങ്ങൾ CGL ഒഴിവാക്കിക്കോ, QA ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ ലാസ്റ്റത്തെ ഒരു 2-3 വർഷത്തെ നോക്കിയാലും കുഴപ്പമില്ല. പക്ഷെ മാത്സ് വേണമെങ്കിൽ നിങ്ങൾ CGL ഒഴിവാക്കിക്കോ, മാത്സും റീസണിങ്ങും. പക്ഷെ ബാക്കി GK എന്നൊക്കെ പറയുമ്പോൾ ഈ പറഞ്ഞ എല്ലാ പരീക്ഷയുടെയും PYQ എന്ത് ചെയ്യണം, നിങ്ങൾ നോക്കിയേ പറ്റൂ. അതിനൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ SSCക്ക് ഒരു GK, RRBക്ക് ഒരു GK എന്നൊരു വകഭേദമില്ല. ആകെപ്പാടെ ഞാൻ ഈ പറഞ്ഞ ഡിഫറൻസ് എന്ന് പറയുന്നത് കുറച്ച് മുമ്പ് ഞാൻ ഈ പറഞ്ഞ പോലെ RRB പരീക്ഷകൾ ചോദിക്കുന്ന സയൻസിലെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് മാത്രമാണ്. അതല്ലാതെ എന്തില്ല, അവർ തമ്മിലൊരു വ്യത്യാസമില്ല എന്ന് മനസ്സിലാക്കാം. അപ്പോൾ മാത്സ് റീസണിങ് എന്ന് പറയുന്നത് എന്താണ്, ഈ പറയുന്ന പോലെ ഇത്രയും കാര്യങ്ങളാണ്. ഞാനിപ്പോൾ ഈ തൊട്ടും ഇത്രയും നേരം എക്സ്പ്ലെയിൻ ചെയ്ത സിലബസ് ഉണ്ടല്ലോ, ഇത്രയും നേരം ഞാൻ ഈ പറഞ്ഞ ഓരോ ടോപ്പിക്കുകളുണ്ടല്ലോ, ഇതിലെ എല്ലാ ടോപ്പിക്കിൻ്റെയും ക്ലാസ്സും പരീക്ഷയും നമ്മുടെ കോഴ്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ 8891489498 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. കോഴ്സ് എടുത്താൽ ജോലി കിട്ടുന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, പക്ഷേ കോഴ്സ് എടുത്ത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഈ ജോലി നിങ്ങളുടെ പോക്കറ്റിലിരിക്കും. ഞാൻ ഈ പറയുന്ന സ്ട്രാറ്റജി പിടിക്കുക, സിലബസ് ടോപ്പിക്ക് പഠിക്കുന്നു, നോട്ട് എഴുതുന്നു, മോക്ക് നോക്കുന്നു, PYQ നോക്കുന്നു, എക്സ്ട്രാ പോയിന്റ് കയറ്റുന്നു, മോക്ക് എടുക്കുന്നു, വീണ്ടും നമ്മൾ PYQ നോക്കുന്നു, എക്സ്ട്രാ പോയിന്റ് ഇട്ടുന്നു, ആഡ് ചെയ്ത് പോകുന്നു. അങ്ങനെ നിങ്ങളൊരു കൃത്യമായ ഒരു ഗൈഡ് ലൈൻ വെച്ച് കൃത്യമായ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നടക്കും. അല്ലാതെ അവിടെ നിന്ന് കുറേ പഠിച്ച് ഇവിടെ നിന്ന് കുറേ പഠിച്ച് എന്നാൽ പിന്നെ എന്തെങ്കിലും പറ്റുന്നത് നോക്കാനാണെങ്കിൽ ഇത് നടക്കില്ല എന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക. ഇതെല്ലാം NTPC ക്രാക്ക് ചെയ്ത നമ്മുടെ സ്റ്റേഷൻ മാസ്റ്റേഴ്സ് ആണ്. ഗ്രൂപ്പ് ഡിക്ക് നമുക്ക് ഇതുപോലെ തന്നെ നല്ല റിസൾട്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങളെ കൊണ്ട് പ്രിപ്പയർ ചെയ്യാൻ ഏത് രീതിയാണോ നല്ലത് അതിനുവേണ്ടി എന്ത് ചെയ്യാൻ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. മാത്രമല്ല ഒരു കിഡിലൻ സ്റ്റഡി പ്ലാൻ ഗ്രൂപ്പ് ഡിക്ക് വേണ്ടി നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡേറ്റും കാര്യങ്ങളെല്ലാം ഞാൻ വൈകാതെ തന്നെ അനൗൺസ് ചെയ്യുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസും അനൗൺസ് ചെയ്യുന്നതാണ്. കാര്യങ്ങളെല്ലാം നമ്മുടെ ടെലിഗ്രാം ചാനലിലാണ് വരിക. അതിൻ്റെ ലിങ്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ എന്ത് ചെയ്തോളൂ, ആ ടെലിഗ്രാം ചാനലിലും ജോയിൻ ചെയ്തോളൂ. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് താഴെ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. നമ്മളെ കൊണ്ട് അറിയുന്ന രീതിയിൽ പറഞ്ഞുതരാൻ സന്തോഷമുള്ളൂ. കോഴ്സുമായി ബന്ധപ്പെട്ട എന്ത് ഡൗട്ടിനും നിങ്ങൾക്ക് ഈ കാണുന്ന 2 നമ്പറിൽ 8891489498 എന്ന് പറയുന്ന നമ്പറിലും 9495155105 എന്ന് പറയുന്ന നമ്പറിലും രാവിലെ 10 മുതൽ 6 വരെ എപ്പോൾ വേണമെങ്കിലും വിളിക്കാവുന്നതാണ്. രാത്രി ഒന്നും വിളിച്ചാൽ കിട്ടിയെന്ന് വരില്ല. നമുക്ക് ആകെ ഒരു സ്റ്റാഫുള്ളൂ. നമ്മൾ വളരെ ചെറിയ ലിമിറ്റഡ് പവറിൽ ഓടുന്നൊരു സ്ഥാപനമാണ്. അതും കൂടി എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പോൾ മക്കളെ അത്രയാണ് കാര്യങ്ങൾ. ഇനിയും ഞാൻ പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ അറിയിക്കുക. ഇത്രയും നേരം ഞാൻ പറഞ്ഞതെല്ലാം കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമീസ്. ഹാവ് എ നൈസ് ഡേ. ബൈ.